ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു nisthagallery. അപ്പോൾ ഞാൻ ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. വൈകുന്നേരം തൊട്ടിട്ട് രാത്രി വരെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അസ്ര നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്നതായിരുന്നു. അപ്പോൾ നമ്മൾ ലഞ്ചിന് കഴിച്ച് വെച്ച പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചത് അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ ആദ്യം. പിന്നെ ഞാൻ അവിടെ ഒരു പാത്രത്തിൽ ചിക്കൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി കേൾക്കുള്ളത്. അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പഴവും മുട്ടയും കൂടിയിട്ട് ഇതാക്കി നമ്മൾ കായ് കൃത എന്ന് പറയും, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ 2 നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കായ്കൃത ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ കായ്കൃത എന്നും പറയും, കായ്മുട്ട വറുത്തതെന്നും പറയും. അങ്ങനെ പഴമെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇനി അതൊന്ന് നല്ലപോലെ നമുക്കിത് വഴറ്റിയെടുക്കാം. അപ്പോൾ പഴമൊക്കെ കളർ മാറി കുറച്ച് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നമുക്ക് ഡയറക്റ്റ് മുട്ട ഇതുപോലെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ഒരു ബൗളിലിട്ടിട്ട് ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പക്ഷെ ഞാനിങ്ങനെയാണ് അധികവും ചെയ്യാറുള്ളത്. അപ്പോൾ 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മെല്ലെ ഒന്ന് ചിക്കിയെടുക്കാം. ഇനി ഈ മുട്ട ഇതിൽ കിടന്ന് നല്ലപോലെ വേവണം. ഇതിൻ്റെ ഇടയിൽ ഞാൻ പാല് വെച്ചിട്ടുണ്ടായിരുന്നു ചായക്ക്. അപ്പോൾ എൻ്റെ കായ്കൃത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചായ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ റെഡിയായ കായ്കൃത ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്, അഥവാ നമ്മുടെ കായ്മുട്ടയും വറുത്തത്. ഇതിലേക്ക് സ്പൂണ് വെച്ച് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ കുട്ടികൾക്ക് ചായ അല്ല കൊടുക്കുന്നത്, ഹോർലിക്സ് ആണ്. അപ്പോൾ അത് റെഡിയാക്കി എടുക്കുന്നതാണ്. എനിക്ക് ഞാൻ നല്ല കടുപ്പത്തിൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയെല്ലാം നമുക്ക് ടേബിളിലേക്ക് കൊണ്ടുപോയിട്ട് ചായ കുടിക്കാം. ഞാൻ കുട്ടികളുടെ നിന്ന് കുറച്ച് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഇനി ആ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ചിക്കൻ വെള്ളത്തിലെടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് ബോൺലെസ് പീസ് മാത്രം എടുത്തിട്ടുണ്ട്. രാത്രി ഇന്ന് ചിക്കൻ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത് ഇട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാരിനേഷൻ ചെയ്യുക. ഞാനിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, മഗ്രിബ് ബാങ്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മഗ്രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാം. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിന് ചായ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, അതൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ അത് മുറിച്ചെടുക്കുന്നതാണ്. ഇതാകുമ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെ കുട്ടികളും അങ്ങ് കഴിച്ചോളും. അല്ലാതെ അവർക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് കഴിക്കാൻ. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് പ്ലേറ്റിൽ ഇട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ അതൊക്കെ കൊണ്ടു കൊടുത്തു, അവർ കഴിക്കുന്നുണ്ട്. ഞാൻ പിസ്സക്കുള്ള മാവ് ആദ്യം കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. പിസ്സേൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയൊക്കെ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മാവിന് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ ഈ പിസ്സ ട്രേയിലേക്ക് മാവ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തുമായിട്ട് കൈ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ കുത്തി കൊടുക്കാം. പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി, കൂടുതലായിട്ട് ഓവറായിട്ട് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഇനി ആ ഒരു ബേസ് ഒന്ന് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 10 മിനിറ്റിന് ശേഷം പിസ്സ ബേസ് കുറച്ച് ഒന്ന് ഇതായിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ നമുക്ക് പിസ്സ സോസും പിന്നെ കുറച്ച് മൊസറല്ല ചീസ്, പിന്നെ വെളുത്തുള്ളി, പിന്നെ കുറച്ച് സവാള, തക്കാളി, പിന്നെ ക്യാപ്സിക്കം, പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഞാൻ ഇതുപോലെ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിലേക്ക് നല്ലപോലെ ഇട്ട് കൊടുക്കാം. ടോപ്പിങ്സ് എല്ലാം നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ബ്ലാക്ക് ഒലീവ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചീസ് നല്ലപോലെ ഒന്ന് മുകളിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പിസ്സ ഇനി ഓവനിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അത് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനി ചൂടോടെ കൂടെ തന്നെ നമ്മൾ കഴിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഹസ്ബൻഡിനും ചീസൊക്കെ മേലെ ഇതുപോലെ ഗോൾഡൻ കളറായിട്ടിരിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്രെഡൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ പിസ്സ ഇവിടെ അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ലപോലെ വയറ് നിറച്ച് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.